ആന ഉറുമ്പിനെ കളിയാക്കിയപ്പോൾ ഉറുമ്പ് ആനയുടെ ചെവിയിൽ കയറിയിരുന്ന് കടിച്ചു അത്രേ. എന്ത് ചെയ്യാൻ പറ്റും? ആരെ കളിയാക്കരുത്. എല്ലാവർക്കും അവരവരുടേതായ കഴിവുകളുണ്ട്. ദൈവം തിരഞ്ഞെടുക്കുന്നത് കഴിവ് നോക്കിയല്ല, പകരം കഴിവ് നൽകാൻ വേണ്ടിയാണ്. ലീഡറായിരിക്കുന്നവർക്ക് നന്നായി സംസാരിക്കാനുള്ള കഴിവ് വേണം എന്ന് പറയാറുണ്ട്. ദൈവം മോശയെ തിരഞ്ഞെടുത്തു, അങ്ങനെ അല്ല എന്ന് തെളിയിച്ചു. 20 ലക്ഷത്തിലധികം ജനങ്ങളെ നയിക്കുവാൻ സംസാരിക്കാനുള്ള കഴിവ് വേണ്ടായിരുന്നു, ദൈവത്തിൽ വിശ്വസിക്കാനുള്ള കഴിവ് മതിയായിരുന്നു. അതിനുവേണ്ടിയുള്ള ട്രെയിനിങ് ഹോരേബ് മല മുതലേ തുടങ്ങി. അത്രയും ജനത്തെ രക്ഷിക്കാനിടയായ എസ്തേർ രാജ്ഞിയുടെ കഴിവും അന്വേഷിച്ചു വന്നാൽ അതിനും ആധാരം ദൈവവിശ്വാസം തന്നെയായിരുന്നു. വിശ്വാസം ഒരു പുസ്തകം പോലെയാണ്. അത് എഴുതാൻ സമയമെടുക്കും, കത്തിക്കാൻ നിമിഷങ്ങൾ മതി. ബൈബിൾ ഇങ്ങനെയല്ലയോ പറയുന്നത്? ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതിനെയും തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. നമ്മെ ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ അതിന്റെ അർത്ഥം ബാക്കിയുള്ളവരെക്കാൾ കഴിവ് കൂടിയത് കൊണ്ടല്ല, കഴിവ് കുറഞ്ഞവരായതുകൊണ്ടാണ്.